ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതി ഡാഷിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പം മനോരമ ഇങ്ങനെ ഓരോന്ന് പെറുപ്പെടുത്തിട്ട് അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് എനിക്ക് വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആൻറ്റി ശ്രുതിയുടെ ആൻറ്റീനെ ചതിച്ചതാണല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ മനോരമ പറയുന്നത്, ബേബി ഒന്നും മിണ്ടാണ്ടിരിക്കുമെന്ന് പതുക്കെ പറയുകയാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, 1-2 സ്ലീപ്പിംഗ് പിൽസ് അല്ല ആഡ് ചെയ്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കുന്നുണ്ട്, എന്നാലും ആൻറ്റി അത് ചതിയല്ലേന്ന്. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, അത് ചതിയൊന്നുമല്ല, നമ്മൾ ടീം ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ ചെയ്യുന്നു, അത് ചതിയായിട്ടൊന്നും കാണണ്ട ബേബി, നീ ഇത് ആരോടും പറയുന്നു വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്കൊക്കെ ഇതാകെ ഒരു വിഷമം പോലെയാണ്. നമ്മൾ മത്സരിച്ച് ജയിച്ചതല്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ അവന് വരികയാണ്. അതേസമയം പിന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ്. അടുത്ത ഡാൻസ് ശ്രുതിയുടെയാണ്. ആ ഒരു പരിപാടിയോടെ സംഗീത നൈറ്റ് കഴിയുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂടെ പാർട്ട്ണറായിട്ട് കളിക്കാൻ വരുന്ന കുട്ടി ഇതുവരെ വന്നിട്ടില്ല. ശ്രുതി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രീതിയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പ്രീതി പറയുന്നുണ്ട്, ദേവികേനെ ഇതുവരെ കിട്ടുന്നില്ലല്ലോ കോളിൽ, എന്താ അവൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുവരെ ഫോൺ എടുക്കാത്തതെന്നൊക്കെ അങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അവിടെ അഞ്ജലി അടുത്ത പ്രോഗ്രാം അനൗൺസ് ചെയ്തു. അഞ്ജലി പറയുന്നുണ്ട്, അടുത്ത പ്രോഗ്രാം ശ്രുതിയുടെ ആണ്, അതും കൂടി കഴിഞ്ഞ് നമ്മുടെ സംഗീത നൈറ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂടെ പാർട്ട്ണറായിട്ട് കളിക്കാൻ വരുന്ന കുട്ടി വരാൻ കുറച്ച് ലേറ്റ് ആകും, ആ കുട്ടി വന്നാൽ തന്നെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. എന്നിട്ട് അഞ്ജലി ശ്രുതിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി ശ്രുതി, ആ കുട്ടീനെ കിട്ടിയോ, വരുമായോ, എത്താറായോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വിളിച്ചിട്ട് കിട്ടിയില്ല അഞ്ജലി മാഡം എന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസിനൊക്കെ ബോറടിക്കും, നീ തൽക്കാലം സ്റ്റേജിൽ കയറുക എന്ന് പറയുകയാണ് അഞ്ജലി. അപ്പോൾ അഞ്ജലി അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രുതി കയറാൻ തയ്യാറാവുകയാണ്. ശ്രുതി കാണിച്ച് ആകെ മനസ്സോടെ വിഷമിച്ചിട്ടാണ് സ്റ്റേജിൽ കയറി പോകുന്നത്. അപ്പോൾ ശ്രുതി സ്റ്റേജിൽ നിൽക്കുമ്പോൾ അഞ്ജലി അനൗൺസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്, ശ്രുതിയുടെ കൂടെ കളിക്കുന്ന കുട്ടി ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ശ്രുതിക്കൊരു ചാൻസ് കൊടുക്കാം. പയ്യൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും വേണിച്ച് ശ്രുതിയുടെ കൂടെ കളിക്കാം എന്ന് പറയുകയാണ്. ശ്രുതിയുടെ പാർട്ട്ണറായിട്ട് കളിക്കാം, അല്ലെങ്കിൽ ശ്രുതിക്ക് അങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ മനോരമേൻ്റെ ആദ്യം തന്നെ പോയിട്ട് ആളുടെ ഭർത്താവിൻ്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇനിയിപ്പോൾ ഡാൻസ് കളിക്കാനൊന്നും പോകണ്ട പറയുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതിന് ഞാൻ പോയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. പോണ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. പിന്നെ നോക്കുന്നത് എനിക്ക് പോകാൻ നിൽക്കുമ്പോൾ എനിക്കേന് മനോരമ തടഞ്ഞിട്ട് പറയും, നീ പോകണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ആകാശം പറയുകയാണ്, വേണ്ട പോകണ്ട ബ്രോ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതിയാണെന്ന് ആകെ വിഷമിച്ച് തല കുനിച്ച് നിൽക്കുകയാണ്. ശ്രുതിയുടെ കൂടെ കളിക്കാനോ ആരും വരുന്നില്ല, തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആൾ വരും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ശ്രുതി ആകെ വിഷമിച്ച് നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രുതിയുടെ ഡാൻസ് തുടങ്ങാൻ നിൽക്കുകയാണ്, ആരും വന്നില്ല. അപ്പോൾ ശ്രുതിയുടെ ഡാൻസ് തുടങ്ങാൻ വേണ്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പാട്ട് തുടങ്ങുമ്പോൾ ലൈറ്റ് ഓൺ ആക്കി. അപ്പോൾ ശ്രുതിയുടെ കൂടെ സ്റ്റേജിൽ നിൽക്കുന്നത് അശ്വിനാണ്. അശ്വിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി, കാരണം അശ്വിനാണ് ഇനി പേരായിട്ട് കളിക്കാൻ പോകുന്നത്. അങ്ങനെ അശ്വിനെ കാണുമ്പോൾ ശ്രുതിയും ഞെട്ടി. അശ്വിൻ സാർ മനസ്സിലായപ്പോൾ ശ്രുതി ആകെ ഞെട്ടി. പിന്നെ അവർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. ആകെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഡാൻസ് തന്നെയാണ്, പക്ഷേ 2-3 ആ പാട്ട് തോന്നിയൊന്നുമില്ല, കുറച്ചേ കാണിക്കുന്നുള്ളൂ, അങ്ങനെ 2-3 വരിയൊക്കെ ഉള്ളൂ. അപ്പോൾ അവർ നന്നായി ഡാൻസ് കളിക്കും. അവർ ഡാൻസ് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. ശ്യാമിന് ഒഴിച്ച് എല്ലാവർക്കും സന്തോഷമാവും. ശ്യാമ അവന് ദേഷ്യത്തിലാണ് നോക്കി നിൽക്കുന്നുണ്ടായിരിക്കുക. അശ്വിൻ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുമോ എന്നൊക്കെ ഞെട്ടിച്ചാണ്. മനോരമ ചോദിക്കുന്നത്, കുഞ്ഞങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുമോ എന്നൊക്കെ അങ്ങോട്ടും പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവർ ഡാൻസ് കഴിഞ്ഞിട്ട് ഡാൻസ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി വേഗം റൂമിലേക്ക് ഓടിപ്പോയി. അത് കാണിക്കുന്നത് അശ്വിൻ ഇറങ്ങി പോകുമ്പോൾ അശ്വിനോട് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ, മുത്തശ്ശി വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് അറിയുന്നത്, ഞാൻ ആദ്യമായിട്ട് അശ്വിൻ്റെ ഡാൻസ് കാണുന്നതെന്നൊക്കെ അഞ്ജലിക്ക് പറയുന്നത്, നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രീതിയോട് ശ്രുതി എവിടെയെന്ന് എല്ലാവരും അന്വേഷിക്കുമ്പോൾ പ്രീതി അറിയില്ല, പോയി നോക്കിയിട്ട് വരാൻ വേണ്ടി റൂമിൽ പോയിട്ട് അപ്പോൾ അവൾ വാതിലടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തിനായിരിക്കും അശ്വിൻ സാർ അദ്ദേഹം എൻ്റെ കൂടെ ഡാൻസ് കളിച്ചത് എന്നൊക്കെ. പിന്നെ ആ സീനുകളൊക്കെ ശ്രുതി ഇങ്ങനെ ആയിരുന്നു ആലോചിക്കുകയാണ്. അപ്പോഴാണ് പ്രീതി വന്ന് ഡോറിൽ മുട്ടുണ്ടാവും. പ്രീതി ശ്രുതി വാതിൽ തുറക്ക് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ ഡ്രസ്സ് മാറുകയാണ്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാണ്. എന്നാൽ ശരി മോളെ പറഞ്ഞിട്ട് പ്രീതി പോവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഡോറിൽ ഇങ്ങനെ മുട്ടുന്ന കേൾക്കുമ്പോൾ ശ്രുതി പോയിട്ട് കതക് തുറന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ്. പ്രീതി ആവുമെന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, പക്ഷെ അത് അശ്വിനായിരിക്കും കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എന്നാലും എന്തിനായിരിക്കും ചേച്ചി അയാൾ എൻ്റെ കൂടെ ഡാൻസ് കളിച്ചത്,
അയാൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവൂലേ, അശ്വിൻ സാറിന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ ഇത് കേട്ടിട്ട് എന്തോ പോലെ ദേഷ്യം വരികയാണ്. വേറൊരു ഉദ്ദേശത്തോട് ഡാൻസ് കളിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അവന് ദേഷ്യം വരും. അപ്പോൾ അശ്വിൻ പറഞ്ഞു, തിരിഞ്ഞു നിൽക്കുമ്പോൾ അത് അശ്വിനാണ്. അപ്പോൾ ശ്രുതി ആകെ ഞെട്ടി പോകുന്ന സീനാണ്. അപ്പോൾ അശ്വിനാണെന്ന് മനസ്സിലാവുമ്പോൾ ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അശ്വിൻ പറയുകയാണ്, ഇപ്പോൾ എന്തായി ശ്രുതികുമാരി ലക്ഷ്മി, നിനക്ക് ഈ ഡാൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കൂടി എൻ്റെ സഹായം വേണ്ടി വന്നില്ലേ, ഞാൻ വന്നുകൊണ്ടല്ലേ അത് കംപ്ലീറ്റ് ആയത് എന്ന് പറയുകയാണ്. ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ, അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് കൂടി എന്നോട് പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അശ്വിൻ അവളോട് ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചിട്ട് അശ്വിൻ പുറത്തേക്ക് പോവാണ്. ശ്രുതിക്ക് അശ്വിനെ മനസ്സിലാവണേ ഇല്ല. ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ശ്രുതി ഒന്നും അശ്വിനോട് പറയുന്നില്ല. ഒന്നും പറയാണ്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ കഴിയുമ്പോൾ കാണിക്കുന്നത് മനോരമേനെയാണ്. മനോരമ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, മനോഹരൻ അങ്കിൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. മനോരമ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പറയും, എന്നാലും ഈ കുഞ്ഞിന് എന്ത് പറ്റി, ഈ കുഞ്ഞിക്ക് എന്തെങ്കിലും ആരെങ്കിലും കലക്കി ജ്യൂസിൽ എന്തെങ്കിലും അവരെന്തെങ്കിലും കലക്കി കൊടുത്തിട്ടുണ്ടായിരിക്കുമോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ മനോരമയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞ്, നീ ഇനി ശ്രുതിയുടെ ആൻറ്റിക്ക് അങ്ങനെ എന്തെങ്കിലും ജ്യൂസിൽ കലക്കി കൊടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ മനോരമ പറയും, അതെന്താ മനോഹരേട്ടാ അങ്ങനെ ചോദിച്ചത്, ഞാനൊന്നും കലക്കി കൊടുത്തിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ്. സത്യം പറയും മനോരമ എന്ന് പറയുമ്പോൾ അത് ചെയ്തു പറയാണ്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, അത് ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടീം ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലേ, അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട, നിങ്ങളിനി ഇത് ആരോട് പറയുന്നു വേണ്ട എന്ന് പറയാണ്. എന്നാലും അത് ശരിയായില്ല മനോരമ എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയും, അതൊന്നും കുഴപ്പമില്ല, ഷട്ടപ്പ് മനോഹരമായിട്ട് ഷട്ടപ്പ്, ഇനി ഇത് ആരോടും പറയണ്ട എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയുടെ അമ്മായി പുറത്ത് ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കും, അപ്പോൾ നീ എനിക്ക് വേണിച്ചിട്ട് അങ്ങനെ ചെയ്തതാണല്ലേ എന്നോട്, ഇതിന് ഞാൻ ശരിയാക്കി തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നൊരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്